ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഈ ന്യൂസ് എന്തുകൊണ്ടാണ് മീഡിയ ചർച്ച ചെയ്യാതിരുന്നത്? ന്യൂസ് വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണോ, അതോ ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തതുകൊണ്ടാണോ? നമുക്കറിയാം വുമൻ കമ്മീഷൻ അതുപോലെ തന്നെ മെൻ കമ്മീഷൻ വേണം, അതായത് പുരുഷ കമ്മീഷൻ വേണമെന്ന് ഇപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ന്യൂസിന് പ്രാധാന്യമുണ്ട്. ഈ ന്യൂസ് ഡിസ്കസ് ചെയ്തേ പറ്റുകയുള്ളായിരുന്നു. എന്നാൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടില്ല. 40 വയസ്സുള്ള ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് ആ വ്യക്തി പറഞ്ഞ കാരണം എന്ന് പറയുന്നത്, ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഭാര്യയുടെ പീഡനം കാരണമാണ് ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ ഈ വ്യക്തി എഴുതിയിട്ടുള്ളത്. ഇതൊരു ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു ഭാര്യയാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുമായിരുന്നു. എന്നാൽ ആ പ്രശ്നങ്ങളൊന്നും ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തപ്പോൾ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? കാരണം നിയമം എന്ന് പറയുന്നത് എപ്പോഴും സ്ത്രീയുടെ പക്ഷത്താണ് എന്നുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം സ്ത്രീകൾ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നതാണ്. അവരാണ് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരും അവർ തന്നെയാണ്. പക്ഷെങ്കിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഭർത്താവിന്റെ പീഡനം കാരണം ഭാര്യ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കൊട്ടിഘോഷിക്കുകയും, എന്നാൽ അതേസമയം ഭാര്യയുടെ പീഡനം കാരണം ഭർത്താവ് മരണപ്പെട്ടാൽ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്തു കഴിഞ്ഞാൽ അത് സംസാരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നത് ഒരു തെറ്റായ പ്രവണതയാണ്. നമുക്കറിയാം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിന് കുറച്ചു കാലം മുമ്പായിട്ട് ഒരു ടക്കി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും ഉള്ള പീഡനം കാരണമാണ് ആ വ്യക്തി സൂയിസൈഡ് ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട കാര്യമല്ല, ഇത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെങ്കിൽ പുറത്തു പറയാനുള്ള നാണക്കേടും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കണം ഇതാക്കുന്നത്. എന്നാൽ ചില ആൾക്കാർ പറയുന്നത് എന്തിനാണ് സൂയിസൈഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവരോട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി 2 വർഷമായി ഇവർ കല്യാണം കഴിച്ചിട്ട്, മാരേജ് കഴിഞ്ഞിട്ട്, എന്നാൽ 3 മാസമായിട്ട് ഇവർ സെപ്പറേറ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ വൈഫ് ഡിവോഴ്സ് പെറ്റീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിവോഴ്സ് പെറ്റീഷനിൽ ഡിമാൻഡ് ചെയ്തിട്ടുള്ളത് 20 ലക്ഷം കോമ്പൻസേഷൻ മെയിൻ്റനൻസ് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ആരായിരുന്നാലും ശരി വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ സൂയിസൈഡ് ചെയ്യാൻ ഇരിക്കുകയുള്ളൂ. അതായത് ഇതിൽ മെയിൻ കാരണമായിട്ടുള്ളത് ഈ മെയിൻ്റനൻസ് ആണ്. കാരണം നമുക്കറിയാം ഇവിടെ വരുന്ന കോർട്ട് ഓർഡേഴ്സ് ഒക്കെ കൂടുതലും ഫീമെയിൽ, അതായത് ഭാര്യമാർക്ക് അല്ലെങ്കിൽ വിമൻസിന് ഫേവേർഡ് ആയിട്ടാണ് അധിക കോർട്ട് ജഡ്ജ്മെന്റ്സും വരാറ്. കാരണം അവർക്ക് ഭർത്താവ് എന്ത് ചെയ്യണം, മെയിൻ്റനൻസ് കൊടുക്കണം. അപ്പൊ ഈ വ്യക്തിക്ക് അറിയാം എന്തായാലും കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം. അതിനൊരു സോഴ്സ് ഇല്ലെങ്കിൽ ഈ വ്യക്തി എന്ത് ചെയ്യണം, വ്യക്തിക്ക് വേറെ വഴിയില്ല എന്നൊരു കാര്യം കൊണ്ടായിരിക്കണം ഈ വ്യക്തി സൂയിസൈഡ് എന്നൊരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ വിമൻ കമ്മീഷൻ പോലെ ഒരു കമ്മീഷൻ, മെയിൽ കമ്മീഷൻ, പുരുഷ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക തന്നെ ചെയ്യണം. കാരണം വിമൻസ് ഒരുപാട് ഇഷ്യൂസസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മറ്റു ഇഷ്യൂസസ് മെയിലും പുരുഷന്മാരും ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുരുഷ കമ്മീഷൻ അത് ഈ കാലത്തിന്റെ ആവശ്യകതയാണ്. ഈ ഒരു പുരുഷ കമ്മീഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വ്യക്തി ഇപ്പൊ സൂയിസൈഡ് ചെയ്യില്ലായിരുന്നു ചിലപ്പം. കാരണം ഈ വ്യക്തി കംപ്ലൈന്റ് ചെയ്തിട്ട് അതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കും. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ നിയമങ്ങൾ. ഇവിടുത്തെ ഒട്ടുമിക്ക നിയമങ്ങളും വിമൻ ഫേവേർഡ് ആണ്. അത് മാറ്റി ന്യൂട്രൽ ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ നിയമത്തിൽ മാറ്റം വരുത്തണം. ന്യൂട്രൽ ആയിട്ടുള്ള നിയമം കൊണ്ടുവരാൻ ശ്രമിക്കണം. ഈ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ another video. Okay, thank you.